2010 ഡിസംബർ മാസം 2-ാം തീയതി സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് നഗരത്തിൽ വെച്ചിട്ട് ആ വലിയ പ്രഖ്യാപനം നടക്കുമ്പോൾ ലോകം മുഴുവൻ ശരിക്കും ഒന്ന് ഞെട്ടി. ഒരു ചെറിയ അറബ് രാജ്യമായിട്ടുള്ള ഖത്തർ അമേരിക്കയും ഓസ്ട്രേലിയയും പോലെയുള്ള വൻ ശക്തികളെ വോട്ടെടുപ്പിൽ അട്ടിമറിച്ച് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാനുള്ള അവകാശം സ്വന്തമാക്കി എന്ന വാർത്ത പുറത്തു വന്ന ആ നിമിഷം മുതൽ കായിക ലോകത്ത് വലിയൊരു യുദ്ധം തന്നെയാണ് തുടങ്ങിയത്. ഈ വലിയ വിജയം വെറുമൊരു കടി ജയിക്കൽ മാത്രമായിരുന്നില്ല, മറിച്ച് വൻ ശക്തികൾ മാത്രം അടക്കി വാണിരുന്ന ഒരു വലിയ സാമ്രാജ്യത്വത്തിലേക്ക് ഖത്തർ എന്ന ചെറിയ രാജ്യം നടത്തിയ അപ്രതീക്ഷിതവും വിപ്ലവകരവുമായിട്ടുള്ള ഒരു കടന്നുകയറ്റമായിരുന്നു. തങ്ങളുടെ കൈപ്പിടിയിലായിരുന്ന ഒരു വലിയ പദവി ഒരു കൊച്ചു അറബ് രാജ്യം കൊണ്ടുപോയത് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഖത്തറിന് ലഭിച്ച ആ ലോകകപ്പ് വേദി എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കാനും ആ വോട്ടെടുപ്പ് ഫലം പൂർണ്ണമായിട്ടും റദ്ദാക്കാനുമായിട്ട് അവർ വലിയ രീതിയിലുള്ള പ്രതികാര ക്യാമ്പയിനുകളാണ് ആരംഭിച്ചത്. ഈ ക്യാമ്പയിനുകൾ തൊട്ടടുത്ത ദിവസം മുതൽ ഒറ്റയടിക്ക് തുടങ്ങുകയായിരുന്നില്ല, മറിച്ച് 2010 ശേഷം പടിപടിയായിട്ട് വളരെ വലിയ രീതിയിൽ വളർന്നു വന്ന ഒരു വലിയ പ്രതികാര ക്യാമ്പയിനാണ് അവർ നടപ്പിലാക്കിയത്. വൻകിട രാജ്യങ്ങൾ തങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയതോടെ ഖത്തറിന് ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. ഇനി വെറും സാധാരണ നയതന്ത്ര ചർച്ചകൾ കൊണ്ടോ സമാധാനപരമായിട്ടുള്ള സംസാരങ്ങൾ കൊണ്ടോ ഈ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എതിരാളികൾ നിയമങ്ങളും മര്യാദകളും കാറ്റിൽ പറത്തി തങ്ങളെ തകർക്കാൻ വരുമ്പോൾ അവരെ നേരിടാൻ അവർ ഉപയോഗിക്കുന്ന അതേ കളി നിയമങ്ങൾ തന്നെ തിരിച്ചുപയോഗിക്കുക എന്നത് മാത്രമാണ് മുന്നിലുള്ള ഒരേയൊരു വഴിയെന്ന് ഖത്തർ തിരിച്ചറിഞ്ഞു. പാശ്ചാത്യ രാജ്യങ്ങൾ വർഷങ്ങളായിട്ട് രഹസ്യമായിട്ട് പ്രയോഗിച്ചു പോകുന്ന അതേ തന്ത്രങ്ങൾ അതേപടി തിരിച്ചുപയോഗിച്ച് അവരവരുടെ സ്വന്തം കളിസ്ഥലത്ത് വെച്ച് തന്നെ തോൽപ്പിക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് ഖത്തർ എത്തിച്ചേർന്നു. ഈ വലിയ ജിയോ പൊളിറ്റിക്കൽ ചെസ് കളിയിലെ ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നത് ഒരു പാശ്ചാത്യ കായിക ഉദ്യോഗസ്ഥന്റെ ഓഫീസ് മുറിയിലാണ്. ഖത്തറിൽ നിന്ന് ലോകകപ്പ് വേദി എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാനും അതിനായിട്ടുള്ള നീക്കങ്ങൾ അണിയറയിൽ നിയന്ത്രിക്കാനും മുന്നിൽ നിന്നിരുന്ന വളരെ സ്വാധീനമുള്ള ഒരു പ്രധാന വ്യക്തിയായിരുന്നു അദ്ദേഹം. ഫിഫയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ വലിയ പരിചയ സമ്പത്തുള്ള എല്ലാ തന്ത്രങ്ങളും അറിയാവുന്ന താൻ പൂർണ്ണമായിട്ടും സുരക്ഷിതനാണ് എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം അദ്ദേഹത്തിന്റെ വ്യക്തിഗത കമ്പ്യൂട്ടറിലേക്ക് വളരെ ആകർഷകയായിട്ടുള്ള ഒരു സ്ത്രീയുടെ പ്രൊഫൈലിൽ നിന്നും ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വരുന്നു. അതൊരു വലിയ കെണിയാണ് എന്നറിയാതെ അതൊരു രഹസ്യ സൗഹൃദമാണ് എന്ന് കരുതി അദ്ദേഹം ചാറ്റിംഗ് തുടരുകയും ആ സ്ത്രീയുമായിട്ട് വലിയ രീതിയിൽ ഒരു വിശ്വാസം കെട്ടിപ്പടുക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു വലിയ ഹാക്കിംഗ് ഓപ്പറേഷന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസം പൂർണ്ണമായിട്ട് നേടിയെടുത്ത ശേഷം അവർ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടർ സിസ്റ്റം ഹാക്ക് ചെയ്യുകയും അതിലുണ്ടായിരുന്ന അതീവ രഹസ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും പദ്ധതികളും ഖത്തറിന്റെ ഭാഗത്തു നിന്നുള്ള അജ്ഞാത സെർവറുകളിലേക്ക് വളരെ നിശബ്ദമായിട്ട് ചോർത്തെടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം കായിക ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ യുദ്ധത്തിന് തിരികൊളുത്തുകയായിരുന്നു. അക്കാലത്ത് ഫിഫയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന തീവൂസ് ഫാൻസയാഗർ എന്ന വളരെ ശക്തനായിട്ടുള്ള വ്യക്തി ഖത്തറിനെതിരെ പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. 2010 ഖത്തറിന് അനുകൂലമായിട്ടുണ്ടായ ആ വോട്ടെടുപ്പ് തീരുമാനം പൂർണ്ണമായിട്ടും റദ്ദാക്കണമെന്നും ദോഹയിൽ നിന്നും ലോകകപ്പ് നടത്താനുള്ള അവകാശം അടിയന്തരമായിട്ട് തിരിച്ചെടുക്കണമെന്നും അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടു. വെറുതെ ആവശ്യപ്പെടുക മാത്രമല്ല, ഖത്തറിനെതിരെ വോട്ട് ചെയ്യാൻ മറ്റംഗങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കാനും അദ്ദേഹം ശ്രമിച്ചു തുടങ്ങി. അതേസമയം തന്നെ അന്നത്തെ ഫിഫ പ്രസിഡന്റായിരുന്ന ബ്ലാറ്റർ പിന്നീട് നടത്തിയ ചില അഭിമുഖങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ഖത്തറിനെതിരെ എത്രത്തോളം ശക്തവും ക്രൂരവുമായിട്ടുള്ള സമ്മർദ്ദമാണ് ഉണ്ടായതെന്ന് തുറന്നു സമ്മതിച്ചിരുന്നു. ഖത്തറിന് നൽകിയ ലോകകപ്പ് വേദി എങ്ങനെയെങ്കിലും റദ്ദാക്കി വീണ്ടും ഒരു വോട്ടെടുപ്പ് നടത്താൻ വലിയൊരു വിഭാഗം പാശ്ചാത്യ ശക്തികൾ ഫിഫയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ ഈ പ്രതികാര നീക്കങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള പൊതുജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനും അതിന് വലിയൊരു നിയമസാധുത ഉണ്ടാക്കിയെടുക്കാനും വേണ്ടി പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ കൈവശമുള്ള ഏറ്റവും വലിയ ആയുധമായിട്ടുള്ള മാധ്യമങ്ങളെ രംഗത്തിറക്കി. അവര് ഖത്തറിനെതിരെ വളരെ ആസൂത്രണം ചെയ്ത രീതിയിലുള്ള കടുത്ത മാധ്യമ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഖത്തറിലെ നിർമ്മാണ തൊഴിലാളികളുടെ മോശം അവസ്ഥയും സ്വർഗാനുരാഗികളുടെ അവകാശങ്ങളും പോലെയുള്ള വിഷയങ്ങൾ അവർ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ ഈ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിരുന്നു. കാരണം 2018 ലോകകപ്പ് നടത്തിയ റഷ്യയുടെയോ 1994 ലോകകപ്പിന് വേദിയായിട്ടുള്ള അമേരിക്കയുടെയോ രാഷ്ട്രീയവും മനുഷ്യാവകാശപരമായിട്ടുള്ള പശ്ചാത്തലം ഒട്ടും ശുദ്ധമായിരുന്നില്ല. എന്നിട്ടും ആ രാജ്യങ്ങൾക്കൊന്നും ലഭിക്കാത്ത തരത്തിലുള്ള വളരെ ക്രൂരവും കടുത്തതുമായിട്ടുള്ള വിമർശനങ്ങളാണ് ഖത്തർ എന്ന കൊച്ചു അറബ് രാജ്യത്തിന് നേരെ മാത്രം പാശ്ചാത്യ മാധ്യമങ്ങൾ നിരന്തരം വർഷിച്ചത്.
ഈ അതിശയോക്തിപരമായിട്ടുള്ള മാധ്യമ ആക്രമണങ്ങളെയും ഇരട്ടത്താപ്പിനെയും ലോക പ്രശസ്ത മാഗസിനായിട്ടുള്ള ദി എക്കണോമിസ്റ്റ് പോലും തങ്ങളുടെ ഒരു റിപ്പോർട്ടിൽ വളരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഖത്തറിനെതിരെ നടക്കുന്ന ഈ ആസൂത്രിത ആക്രമണങ്ങളുടെ പിന്നിലെ വളരെ ഭയാനകമായിട്ടുള്ള ഒരു ഇരട്ടത്താപ്പും വിവേചനവും ഉണ്ടെന്ന് അവർ തുറന്നു എഴുതി. ഇങ്ങനെയുള്ള കടുത്ത അന്താരാഷ്ട്ര പ്രതിസന്ധികൾക്കിടയിലാണ് തങ്ങൾക്ക് ഒരു വലിയ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കുറവുണ്ടെന്ന് ഖത്തർ തിരിച്ചറിയുന്നത്. പണം ധാരാളമുണ്ടെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ വലിയ മാധ്യമ സന്നാഹങ്ങളെയും രഹസ്യ നീക്കങ്ങളെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ഇന്റലിജൻസ് സംവിധാനം ഖത്തറിന് സ്വന്തമായിട്ടില്ലായിരുന്നു. ഒരു പുതിയ ഏജൻസി പൂജ്യത്തിൽ നിന്നും കെട്ടിപ്പടുക്കണമെങ്കിൽ പതിറ്റാണ്ടുകൾ സമയമെടുക്കും എന്നതുകൊണ്ട് ഒരു വളരെ തന്ത്രപരമായിട്ടുള്ള മറ്റൊരു വഴി തെരഞ്ഞെടുത്തു. പാശ്ചാത്യ രാജ്യങ്ങളുടെ അതേ കളി നിയമങ്ങൾ ഉപയോഗിച്ചിട്ട് അവരെ നേരിടാൻ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ തന്നെ പണം കൊടുത്ത് സ്വന്തമാക്കുക എന്നതായിരുന്നു ആ തന്ത്രം. അങ്ങനെ ഖത്തർ അമേരിക്കയുടെ പ്രശസ്ത രഹസ്യാന്വേഷണ ഏജൻസി ആയിട്ടുള്ള CIA മുൻ ഓപ്പറേഷൻസ് ഓഫീസർ ആയിരുന്ന കെവിൻ ചാൽക്കർ എന്ന വ്യക്തിയെയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഗ്ലോബൽ റിസ്ക് അഡ്വൈസേഴ്സ് എന്ന സ്വകാര്യ രഹസ്യാന്വേഷണ ഏജൻസിയും തങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വലിയ തുകക്ക് വാടകയ്ക്കെടുത്തു. ഈ കെവിൻ ചാൽക്കർ വെറുമൊരു സാധാരണ ഉദ്യോഗസ്ഥനായിരുന്നില്ല. സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷമുള്ള അമേരിക്കയുടെ അതീവ രഹസ്യമായിട്ടുള്ള പല അന്താരാഷ്ട്ര ഓപ്പറേഷനുകളും നിയന്ത്രിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട രഹസ്യ നീക്കങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത വളരെ അപകടകാരിയായിട്ടുള്ള ഒരു തന്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ലക്ഷ്യമിടാനും അവരെ രഹസ്യമായിട്ട് തങ്ങളുടെ ഭാഗത്തേക്ക് റിക്രൂട്ട് ചെയ്യാനുമായിട്ട് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു തന്ത്രമായിരുന്നു ദി ഗോൾഡ് പിച്ച് എന്നത്. CIA നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം ന്യൂയോർക്ക്, ലണ്ടൻ, വാഷിംഗ്ടൺ, ദോഹ തുടങ്ങിയ നഗരങ്ങളിൽ ഓഫീസുകളുള്ള ഗ്ലോബൽ റിസ്ക് അഡ്വൈസേഴ്സ് എന്ന ഈ വലിയ പ്രൈവറ്റ് ഇന്റലിജൻസ് കമ്പനി സ്ഥാപിക്കുകയായിരുന്നു. ഖത്തർ ഈ കമ്പനിയെ തങ്ങളുടെ പ്രധാന ആയുധമാക്കുകയും അവർക്ക് ഹെർക്കുലിസ് എന്നൊരു രഹസ്യ കോഡ് നാമം നൽകുകയും ചെയ്തു. പാശ്ചാത്യ ലോബിയെ തകർക്കാൻ പാശ്ചാത്യരുടെ തന്നെ ആളുകളെ ഉപയോഗിക്കുക എന്ന വലിയൊരു ജിയോ പൊളിറ്റിക്കൽ നീക്കമാണ് ഖത്തർ അന്ന് നടത്തിയത്. ഈ സ്വകാര്യ ഏജൻസിയെ ഉപയോഗിച്ചതിലൂടെ ഖത്തറിനെ പ്ലോസിബിൾ ഡിനേബിലിറ്റി അഥവാ തങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് നിയമപരമായിട്ട് വാദിക്കാനുള്ള ഒരു വലിയ പ്രതിരോധ കവചം ലഭിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഈ അതീവ രഹസ്യ ഓപ്പറേഷനുകൾ എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെടുകയോ വലിയൊരു വിവാദമായിട്ട് മാറുകയോ ചെയ്തു കഴിഞ്ഞാൽ പോലും ഖത്തർ ഭരണകൂടത്തിന് അതിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് ലോകത്തോട് പറയാനും എല്ലാ കുറ്റവും ഈ സ്വകാര്യ കമ്പനിയുടെ മേൽ ചാരി രക്ഷപ്പെടാനും ഈ തന്ത്രം അവരെ സഹായിക്കുമായിരുന്നു. ഖത്തറിന്റെ പണം ഉപയോഗിച്ചിട്ട് ഗ്ലോബൽ റിസ്ക് അഡ്വൈസേഴ്സ് വളരെ വേഗത്തിൽ തന്നെ തങ്ങളുടെ രഹസ്യ നീക്കങ്ങൾ ആരംഭിച്ചു. ആഗോളതലത്തിലെ തങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ പാശ്ചാത്യ ഉദ്യോഗസ്ഥരെയും കുറിച്ച് അവർ വളരെ കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് ഫയലുകൾ നിർമ്മിച്ചെടുത്തു. അവരുടെ മുൻകാല ചരിത്രവും വ്യക്തിജീവിതവും സാമ്പത്തിക ഇടപാടുകളും എല്ലാം അവരെ രഹസ്യമായിട്ട് നിരീക്ഷിച്ചു. ഖത്തറിൽ നിന്നും ലോകകപ്പ് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്ന ആളുകളെ കൃത്യമായിട്ട് കണ്ടെത്തി അവരെ നിശബ്ദരാക്കാനുള്ള വലിയൊരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഈ വിവരങ്ങളെല്ലാം അവർ ശേഖരിച്ചു വെച്ചത്. ഈ വലിയ യുദ്ധം അതിൻ്റെ ഏറ്റവും കടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് 2014 ഇവിടെ നമ്മൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. 2010 മുമ്പുള്ള കാലഘട്ടത്തിൽ ലോകകപ്പ് വേദി സ്വന്തമാക്കാനുള്ള വോട്ടെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അഗ്രസീവായിട്ടുള്ള നീക്കങ്ങളാണ് നടന്നതെങ്കിൽ 2014 ശേഷമുള്ള ഈ വലിയ ഓപ്പറേഷനുകൾ ഖത്തറിന് ലഭിച്ച വേദി എങ്ങനെയെങ്കിലും സംരക്ഷിച്ചു നിർത്താനുള്ള പ്രതിരോധ നീക്കങ്ങളായിരുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആക്രമണം വളരെ ശക്തമായിട്ടുള്ള ആ സമയത്ത് ദോഹയിലെ ഒരു അടച്ചിട്ട മുറിയിൽ വെച്ച് ഖത്തർ അധികാരികൾക്ക് മുന്നിലേക്ക് ഒരു അതീവ രഹസ്യരേഖ സമർപ്പിക്കപ്പെട്ടു. പിൽക്കാലത്ത് പ്രശസ്ത വാർത്താ ഏജൻസിയായിട്ടുള്ള അസോസിയേറ്റഡ് പ്രസ് പരിശോധിച്ച ഗ്ലോബൽ റിസ്ക് അഡ്വൈസേഴ്സിന്റെ ചോർന്ന രേഖകളിലൂടെ പുറത്തു വന്ന ആ പദ്ധതിയുടെ രഹസ്യ കോഡ് നാമം പ്രൊജക്ട് മെഴ്സിലസ് അഥവാ കരുണയില്ലാത്ത പദ്ധതി എന്നായിരുന്നു. ആ പദ്ധതിയുടെ ആദ്യത്തെ പേജുകളിൽ ഉണ്ടായിരുന്ന കണക്കുകൾ ഏതൊരു സാധാരണക്കാരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഖത്തർ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് വരെയുള്ള നീണ്ട 9 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായിട്ട് അവർ വകയിരുത്തിയത് കൃത്യമായിട്ട് $387.8 ദശലക്ഷം ആയിരുന്നു. തങ്ങൾക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ വെറുതെ ഭയന്നോ പെട്ടെന്നുള്ള ഒരു വികാരത്തിന്റെ പുറത്തോ അല്ല ഖത്തർ നേരിട്ടത്. മറിച്ച് ഒരു പതിറ്റാണ്ട് കാലം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ പോകുന്ന ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു അത്. ഈ പ്രൊജക്ട് മെഴ്സിലസ് പദ്ധതിക്ക് വളരെ വ്യക്തമായിട്ടുള്ള ചില ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു.
അന്നത്തെ ഫിഫ പ്രസിഡന്റ് ആയിട്ടുള്ള ബ്ലാറ്റർ ഫിഫയിലെ അഴിമതികളെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട സ്വതന്ത്ര അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടുള്ള മൈക്കൽ ഗാർഷ്യെ, വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കള്, ഖത്തറിനെതിരെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രമുഖ പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർ എന്നിവരായിരുന്നു ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പ്രധാനികൾ. തങ്ങളെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളുടെ നീക്കങ്ങൾ അവർ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനെയാണ് ആ രേഖകളിൽ പ്രെഡിക്റ്റീവ് ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് ശത്രുക്കൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവർ തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ രഹസ്യമായിട്ട് മനസ്സിലാക്കി അതിനെ നേരിടാനുള്ള തന്ത്രങ്ങളും മറുപടികളും മുൻകൂട്ടി തയ്യാറാക്കി വെക്കുക എന്നതായിരുന്നു ഈ പ്രാക്ടിക്കൽ രീതി. ഒരു വലിയ അന്താരാഷ്ട്ര ഹാക്കിംഗ് നെറ്റ്വർക്ക് തന്നെ അവർ ഇതിനായിട്ട് ഉപയോഗിച്ചു. പകുതി വഴിക്ക് വെച്ച് നിർത്തുന്ന ഒരു പരിപാടിക്കും തങ്ങൾ തയ്യാറില്ലെന്നും ഇനി കടുത്ത നീക്കങ്ങളുടെ സമയമാണെന്നും ആ രേഖകളുടെ അവസാനം അവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരുന്നു. ഇത്രയും വലിയൊരു തുക ഉപയോഗിച്ചിട്ട് ലോകമെമ്പാടും വലിയ ഹാക്കിംഗ് ഓപ്പറേഷനുകൾ നടത്തുമ്പോൾ തങ്ങളുടെ ഒരു വിരലടയാളം പോലും എവിടെയും അവശേഷിക്കരുത് എന്ന് ഖത്തറിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അതിനായിട്ട് അവരൊരു വലിയ തന്ത്രം മെനഞ്ഞു. തങ്ങളുടെ പ്രധാന രഹസ്യാന്വേഷണ ഏജൻസി നേരിട്ട് യാതൊരുവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാതെ പകരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചെറിയ ചെറിയ സബ് കോൺട്രാക്ടർമാരെയും ഏജൻസികളെയും ഇതിനായിട്ട് ഉപയോഗിച്ചു. രേഖകൾ പ്രകാരം അത്തരത്തിൽ അവർ ഉപയോഗിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പ്രധാന വാഹകരായിരുന്നു ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ആപ്പിൻ സെക്യൂരിറ്റി എന്ന സൈബർ കമ്പനി. ഇത് പൂർണ്ണമായിട്ടും തെളിയിക്കപ്പെട്ട ഒരു കാര്യമല്ലെങ്കിലും ഒരു രഹസ്യ സബ് കോൺട്രാക്ടറായിട്ട് അവർ പ്രവർത്തിച്ചു എന്നാണ് ഈ ചോർന്ന രേഖകളൊക്കെ പറയുന്നത്. രഹസ്യാന്വേഷണ ഏജൻസികളുടെ ട്രാക്കിംഗ് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും കുറ്റകൃത്യങ്ങളിൽ ഖത്തറിനോ ഗ്ലോബൽ റിസ്ക് അഡ്വൈസേഴ്സിനോ നേരിട്ട് പങ്കുണ്ടെന്ന് വരാതിരിക്കാനും ഈ കമ്പനിയെ അവരെ മുന്നിൽ നിർത്തി. ഓർഡർ വരുന്നത് ദോഹയിൽ നിന്നായിരിക്കും. അത് ലണ്ടനിലെ ഒരു ഓഫീസ് വഴി കൈമാറി ഒടുവിൽ ഇന്ത്യയിലെ ഒരു ചെറിയ മുറിയിലിരിക്കുന്ന അജ്ഞാതനായിട്ടുള്ള ഹാക്കറുടെ കൈകളിലേക്ക് എത്തും. ഏതെങ്കിലും ഒരു വിദേശ ഏജൻസികൾ ഇത് അന്വേഷിച്ചു വന്നു കഴിഞ്ഞാൽ പോലും ആ അന്വേഷണം ഇന്ത്യയിലെ ആ ചെറിയ ഓഫീസിൽ വെച്ച് അവസാനിക്കുമായിരുന്നു. ഭാവിയിൽ ഈ ഓപ്പറേഷൻ പിടിക്കപ്പെട്ടാൽ പോലും തങ്ങളെ സംരക്ഷിക്കാൻ വലിയൊരു ബലിയാടുകളുടെ നെറ്റ്വർക്ക് തന്നെ അവരെ സജ്ജമാക്കിയിട്ട് നിർത്തിയിരുന്നു. ഇതിനിടയിൽ എലിയറ്റ് ബ്രോയിഡി എന്ന പ്രമുഖ അമേരിക്കൻ കോടീശ്വരൻ ഖത്തറിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ റിസ്ക് അഡ്വൈസേഴ്സ് എന്ന ഈ കമ്പനിക്കെതിരെ വലിയൊരു നിയമയുദ്ധവുമായിട്ട് രംഗത്ത് വന്നു. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അഭിഭാഷകരെ കോടതിയിൽ സമർപ്പിച്ച രേഖകളിലൂടെയാണ് ഈ കമ്പനിയുടെ യഥാർത്ഥ മുഖം ലോകമറിയുന്നത്. ഈ കമ്പനി യഥാർത്ഥത്തിൽ ഒരു വലിയ വ്യാജ കമ്പനികളുടെയും ഷെൽ കമ്പനികളുടെയും നെറ്റ്വർക്ക് ആയിരുന്നു എന്ന് അവരെ വെളിപ്പെടുത്തി. എവിടെ നിന്നാണ് പണം വരുന്നതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലെ വളരെ സങ്കീർണമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളാണ് അവർ നടത്തിയിരുന്നത്. പണത്തിന്റെ യഥാർത്ഥ ഉറവിടമായിട്ടുള്ള ഖത്തറിലേക്ക് ആരും എത്താതിരിക്കാൻ അവർ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും പല വ്യാജ അക്കൗണ്ടുകളിലൂടെയാണ് പണം കൈമാറിയിരുന്നത്. എന്നാൽ വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2021 എലിയറ്റ് ബ്രോയിഡി നൽകിയ ഈ കേസ് കോടതി പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയായിരുന്നു. ഖത്തർ തങ്ങളുടെ ഓപ്പറേഷനുകൾ ലോകകപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ആദ്യഘട്ടത്തിൽ തന്നെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ട്. ഖത്തറിനെ കടുത്ത മത്സരം ഉയർത്തി മുന്നിലുണ്ടായിരുന്ന ഓസ്ട്രേലിയയുടെ പ്രതിനിധിയായിട്ടുള്ള ശതകോടീശ്വരൻ ഫ്രാങ്ക് ലോവി, ഫിഫ പ്രസിഡന്റ് ബ്ലാറ്ററുടെ അതീവ വിശ്വസ്തനായിട്ടുള്ള പ്രത്യേക ഉപദേഷ്ടാവ് ഹാർജിത്തെ എന്നിവരെ ലക്ഷ്യമിട്ടാണ് അവർ പ്രൊജക്ട് ക്ലോക്ക് വർക്ക് എന്ന അതീവ രഹസ്യ ഓപ്പറേഷന് നടപ്പിലാക്കിയത്. ഇതിൽ ഹാർജിത്തെ എന്ന ഉദ്യോഗസ്ഥന് അവർ നൽകിയ രഹസ്യ പേര് ബ്രോക്കൺ ആരോ എന്നായിരുന്നു. ഈ പദ്ധതി ആരംഭിച്ച് വെറും 1 മാസത്തിനുള്ളിൽ തന്നെ ബ്രോക്കൺ ആരോയുടെ കമ്പ്യൂട്ടർ അവർ പൂർണ്ണമായിട്ടും ഹാക്ക് ചെയ്യുകയും ഓസ്ട്രേലിയയിലെ ഫയലിലെ അതീവ രഹസ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം ദോഹയുടെ കൺമുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ എല്ലാവിധ ആഭ്യന്തര ആശയവിനിമയങ്ങളും ഇമെയിലുകളും നിശബ്ദമായിട്ട് നിരീക്ഷിക്കാനും വിവരങ്ങൾ ചോർത്താനുമായിട്ട് അവർ ഓപ്പറേഷൻ ഫ്രോസ്റ്റി എന്ന മറ്റൊരു നിരീക്ഷണ പദ്ധതിയും വിജയകരമായിട്ട് നടത്തിയിരുന്നു. അവരുടെ ഏറ്റവും ധീരവും ജാഗ്രതയേറിയതുമായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നത് അമേരിക്കൻ സോക്കർ ഫെഡറേഷന്റെ പ്രസിഡന്റായിരുന്ന സുനിൽ ഗുലാത്തിക്ക് നേരെയായിരുന്നു. അമേരിക്കയായിരുന്നു വോട്ടെടുപ്പിൽ ഖത്തറിന്റെ ഏറ്റവും വലിയ ആഭ്യന്തര ശത്രു. സുനിൽ ഗുലാത്തിയുടെ കമ്പ്യൂട്ടറിലേക്ക് നേരിട്ട് കടന്നു കയറിയ ഖത്തറിന്റെ ഏജന്റുമാരെ അതിലുണ്ടായിരുന്ന എല്ലാ പ്രധാന രേഖകളും ഫയലുകളും ചോർത്തിയെടുത്തു. അമേരിക്കൻ ടീമിന്റെ അന്നത്തെ പ്രശസ്ത പരിശീലകനായിരുന്ന ബോബ് ബ്രാഡിലൂടെ അതീവ രഹസ്യമായിട്ടുള്ള സാമ്പത്തിക കരാറിന്റെ രേഖകൾ വരെ അവർ ഇത്തരത്തിൽ ചോർത്തിയെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കൻ ഉദ്യോഗസ്ഥന്റെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യാൻ ഖത്തർ ഉപയോഗിച്ചത് അമേരിക്കയുടെ തന്നെ ഒരു മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ അഹങ്കാരത്തിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു. എന്നാൽ ഖത്തറിന് ഈ യുദ്ധത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഒരു രാജ്യമോ ഒരു സംഘടനയോ ആയിരുന്നില്ല.
മറിച്ച് ടീബൂസ് ഫാൻസേഗർ എന്ന ആ ഒരൊറ്റയാൾ പോരാളിയായിരുന്നു. ജർമ്മൻ ഫുട്ബോൾ അസോസിയേഷൻ മുൻ പ്രസിഡന്റായിട്ടുള്ള ഈ മനുഷ്യൻ ഖത്തറിനെതിരെ കടുത്ത ആക്രമണങ്ങൾ തുടർന്നപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ലക്ഷ്യമിട്ട് ഖത്തർ ഏജൻസി വലിയൊരു പദ്ധതി തയ്യാറാക്കി. അതിനവർ നൽകിയ പേര് പ്രൊജക്ട് റിവർ ബെഡ് അഥവാ പുഴയുടെ അടിത്തട്ട് എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിരീക്ഷിക്കുന്ന ഭാഗത്തിന് റിവർ ബെഡ് ഫാമിലി എന്നും അവർ പേരിട്ടു. ഈ ഒരു വ്യക്തിയെ മാത്രം നിശബ്ദനാക്കാനും അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കാനുമായിട്ട് അവർ 5 വൻകരകളിലായിട്ട് വലിയൊരു ചാര ശൃംഖല സ്ഥാപിക്കുകയും അതിനായിട്ട് മാത്രം $10 ദശലക്ഷത്തിലധികം ചെലവഴിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആളുകളിലേക്ക് ഖത്തർ ലോകകപ്പ് ലോകത്തിന് നല്ലതാണെന്ന തരത്തിലുള്ള വ്യാജ സന്ദേശങ്ങൾ എത്തിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഫാൻസേഗർ പിന്നീട് ഖത്തർ ലോകകപ്പിനെ ഫുട്ബോളിലെ ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ഖത്തറിനോടുള്ള അഭിപ്രായം മാറ്റുക എന്നതായിരുന്നില്ല ഈ ഓപ്പറേഷന്റെ ലക്ഷ്യം. മറിച്ച് അദ്ദേഹത്തിന്റെ ശ്രദ്ധ പൂർണ്ണമായിട്ടും മറ്റു കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടാനും ഫിഫയിൽ ഖത്തറിനെതിരെ വലിയൊരു അട്ടിമറി നടത്താനുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായിട്ടുള്ള നീക്കങ്ങളെ അവിടെ വെച്ച് തന്നെ നിഷ്ക്രിയമാക്കിയിട്ട് പരാജയപ്പെടുത്താനും മാത്രമാണ് ഈ ഓപ്പറേഷൻ ലക്ഷ്യമിട്ടത്. അദ്ദേഹം തന്റെ നിലപാടുകളിൽ നിന്ന് ഒട്ടും പിന്മാറിയില്ലെങ്കിലും അദ്ദേഹത്തെ ന്യൂട്രലൈസ് ചെയ്യുക എന്ന ആ വലിയ ലക്ഷ്യത്തിൽ ഈ ഓപ്പറേഷന് സാധിച്ചു. ഈ വലിയ വിവര ചോർച്ചകളും രേഖകളും പുറത്തു വന്നതിന് ശേഷം ഗ്ലോബൽ റിസ്ക് അഡ്വൈസേഴ്സിന്റെ തലവനായിട്ടുള്ള കെവിൻ ചാൽക്കർ ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായിട്ടും നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. പുറത്തു വന്ന രേഖകളിൽ ഭൂരിഭാഗവും വ്യാജമായിട്ട് നിർമ്മിച്ചതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വാദം. എന്നാൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തങ്ങളുടെ കമ്പനി നിയമവിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലെന്നും വാഷിംഗ്ടണിലെ ഉന്നത സുരക്ഷാ ഏജൻസികളിൽ നിന്നും ഒഫീഷ്യലായിട്ടുള്ള അനുമതിയും ലൈസൻസും വാങ്ങിയിട്ടാണ് ഖത്തറിന് ആവശ്യമായിട്ടുള്ള ഇന്റലിജൻസ് സേവനങ്ങൾ നൽകിയത് എന്നുമാണ്. അതേസമയം ഖത്തർ ഭരണകൂടം ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ മൗനമാണ് പാലിച്ചത്. എന്നാൽ അന്നത്തെ ഖത്തർ അമീർ ഇതിനെതിരെ സംസാരിക്കുകയും ഇതൊരു രാജ്യത്തിനെതിരെ നടക്കുന്ന വലിയൊരു ആസൂത്രിത ക്യാമ്പയിൻ മാത്രമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടയിൽ 2022 അമേരിക്കൻ അന്വേഷണ ഏജൻസിയായിട്ടുള്ള FBI-യും 2023 US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ഈ വലിയ ഹാക്കിംഗ് ഓപ്പറേഷനുകളെ കുറിച്ച് ഒഫീഷ്യലായിട്ട് വലിയ അന്വേഷണങ്ങൾ ആരംഭിച്ചെങ്കിലും ഖത്തർ നിർമ്മിച്ച ആ വലിയ വ്യാജ കമ്പനികളുടെ പ്രതിരോധ കവചം കാരണം ഈ ഓപ്പറേഷനുകളുടെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. എല്ലാ പ്രതിസന്ധികളെയും എല്ലാവിധ കടുത്ത അണിയറ യുദ്ധങ്ങളെയും അതിജീവിച്ച് ഒടുവിൽ ഖത്തറിൽ ആ ലോകകപ്പ് നടക്കുക തന്നെ ചെയ്തു. പാശ്ചാത്യ രാജ്യങ്ങൾ വിചാരിച്ചതുപോലെ ഖത്തർ പരാജയപ്പെടുകയല്ല ഉണ്ടായത്. മറിച്ച് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരവും മാസ്മരികമായിട്ടുള്ള ഒരു ലോകകപ്പാണ് ഖത്തർ ലോകത്തിനെ സമ്മാനിച്ചത്. ആ ടൂർണമെന്റിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകും. ലോകമെമ്പാടുമുള്ള 5 ബില്യണിലധികം ആളുകളാണ് ഈ ലോകകപ്പുമായിട്ട് വിവിധ മാധ്യമങ്ങളിലൂടെ സജീവമായിട്ട് ഇടപെട്ടത്. ടൂർണമെന്റിൽ ഉടനീളം ആകെ 192 ഗോളുകൾ പിറന്നുകൊണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ റീഡ് ചെയ്യപ്പെട്ട ലോകകപ്പായിട്ട് ഇത് മാറി. കളിക്കളങ്ങളിൽ നേരിട്ടെത്തി കളി കണ്ട കാണികളുടെ എണ്ണം മാത്രം 3.4 ദശലക്ഷത്തിലധികമായിരുന്നു. ലോകത്തിലെ എല്ലാ കായിക നിരീക്ഷകരും ഒരേ സ്വരത്തിൽ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച ഒരു ഫൈനൽ മത്സരത്തോടെയാണ് ഖത്തർ ലോകകപ്പിന് തിരശ്ശീല വീണത്. ഈ വലിയ വിജയത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഖത്തറിനെതിരെ കെട്ടിപ്പൊക്കിയ എല്ലാവിധ മോശം പ്രതിച്ഛായകളും പുകമറകളും പൂർണ്ണമായിട്ടും തകർന്നടിയുകയായിരുന്നു. പാശ്ചാത്യ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒടുവിൽ ഖത്തറിനെതിരെ തങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ വളരെ അതിശയോക്തപരമായിരുന്നു എന്ന് പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ന് 2026 അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായിട്ട് നടത്തുന്ന ലോകകപ്പിലേക്ക് എത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പ് വീണ്ടും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. 2017 അമേരിക്ക ചില രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ യാത്രാ വിലക്കിനെതിരെ അന്നത്തെ ഫിഫ പ്രസിഡന്റ് ജാനി ഇൻഫാന്റിനോ വളരെ ശക്തമായിട്ട് സംസാരിച്ചിരുന്നു. ഏതൊരു രാജ്യത്തെ കളിക്കാർക്കും ആരാധകർക്കും തടസ്സമില്ലാതെ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ലോകകപ്പ് നടത്താൻ കഴിയില്ലെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് അതേ ഇൻഫാന്റിനോയുടെ നേതൃത്വത്തിലുള്ള ഫിഫ തന്നെയാണ് അമേരിക്കയിൽ ലോകകപ്പ് നടത്തുന്നത്. ഇപ്പോൾ മൊറോക്കോ, സെനഗൽ, ഐവറി കോസ്റ്റ് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകർക്ക് അമേരിക്കയിലേക്ക് വരാനുള്ള വിസ ലഭിക്കാൻ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. സ്റ്റേഡിയങ്ങൾ മുഴുവൻ ആളുകളാൽ നിറഞ്ഞതാണ് എന്ന് അവർ പുറമേക്ക് കാണിക്കുമ്പോഴും വിസ പ്രശ്നങ്ങൾ കാരണം സ്റ്റേഡിയങ്ങളിലെ പല ഭാഗങ്ങളിലും കസേരകൾ ആളില്ലാതെ ഒഴിഞ്ഞു കിടന്നേക്കാം എന്ന വലിയ ആശങ്കകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വർഷങ്ങളായിട്ട് മറ്റുള്ളവരെ ധാർമ്മികത പഠിപ്പിച്ചവർ തങ്ങളുടെ സ്വന്തം കാര്യത്തിലേക്ക് വന്നപ്പോൾ ആ നിയമങ്ങളെല്ലാം എങ്ങനെയാണ് കാറ്റിൽ പറത്തുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കാഴ്ച. ഖത്തർ ചെയ്ത ഒരേയൊരു കുറ്റം
പാശ്ചാത്യ രാജ്യങ്ങൾ മാത്രം കുത്തകയാക്കി വെച്ചിരുന്ന ആ വലിയ രഹസ്യാന്വേഷണ യുദ്ധത്തിന്റെ കളി നിയമങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് അവരുപയോഗിച്ച അതേ നാണയത്തിൽ തന്നെ അവർക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകി എന്നത് മാത്രമാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ അതേ ഭാഷയിൽ തന്നെ ഖത്തർ തിരിച്ച് സംസാരിച്ചപ്പോൾ അതവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള വലിയൊരു പ്രഹരമായിട്ട് മാറുകയായിരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.